ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും എല്ലാം താൽക്കാലികമായി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. സ്വർഗരാജ്യം എന്നുള്ളത് വെറും ഒരു വാക്കല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യമാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പല ഉപമകൾ യേശു പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിരവധി പ്രാവശ്യം യേശു സ്വർഗരാജ്യത്തെ പലതിനോട് ഉപമപ്പെടുത്തി പറയുകയാണ്. ഒരു വിത്തിനോട്, കടുകുമണിയോട്, വയലിൽ ഒളിച്ചിരിച്ചിരിക്കുന്ന ഒരു നിധിയോട്, അങ്ങനെ പലതിനോട് കമ്പയർ ചെയ്ത് പല പാരബിൾസും യേശു കർത്താവ് പറയുമ്പോൾ അതിന് 44-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ ഒളിച്ചു വെച്ചിരുന്ന ഏറ്റവും വലിയ ട്രഷർ കണ്ടു കിട്ടിയപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് ഏറ്റവും നല്ല വിലയുള്ളത് താൻ അത് അവകാശമാക്കുവാൻ തയ്യാറായതുപോലെ ഈ ലോക ജീവിതം നമുക്ക് താൽക്കാലികമാണ്. എന്നാൽ സ്വർഗരാജ്യം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എറ്റേണൽ ലൈഫ്, അത് നിലനിൽക്കുന്നതും അത് ശാശ്വതമായതുമാണ്. ഭൂമിയിൽ നാം എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അത് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ഒന്നും ലഭിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതം ഒരു അർത്ഥശൂന്യമായി പോകും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ നിത്യതയെ അവകാശമാക്കുവാൻ, സ്വർഗരാജ്യത്തിലെ വെളിപ്പാട് കിട്ടി ആ ദൈവിക അവകാശത്തെ പ്രാപിക്കുവാൻ നാം ഈ ലോകത്ത് നേടുന്ന ഏതിനേക്കാളും എല്ലാറ്റിനേക്കാളും കർത്താവിന് വേണ്ടിയിട്ടും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടും നിലനിന്നുകൊണ്ടാൽ നിശ്ചയമായിട്ടും ആ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി ദൈവം നമ്മെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും എല്ലാം താൽക്കാലികമായി നിൽക്കുമ്പോഴും നിലനിൽക്കുന്ന നിത്യമായ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.